ഹലോ ഫ്രണ്ട്സ്, വിജയദശമി ആയതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. അമ്പലത്തിലെത്തിയപ്പോൾ അച്ഛൻ പായസം ഉണ്ടാക്കായിരുന്നു. ഇന്നിവിടെ ഗ്രന്ഥം എടുക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ പായസം കൊടുക്കാറുണ്ട്. പിന്നെ ദേവിക്ക് നേദ്യവും വെക്കണം. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ധ്രുവ് താഴെ ഇറങ്ങി കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ തന്നെ ആയതുകൊണ്ട് കൊച്ചു കുട്ടികളല്ലേ, അവർക്ക് എണീറ്റ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അങ്ങനെ പായസമൊക്കെ ആയതിനു ശേഷം ദേവിക്ക് അത് പൂജ വെക്കാനായിട്ട് എടുക്കുമായിരുന്നു. അങ്ങനെ അച്ഛൻ ക്ഷേത്രത്തിനുള്ളിൽ കയറിയിട്ട് അതൊക്കെ പൂജ വെപ്പൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഓരോ കുട്ടികളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം എല്ലാ കുട്ടികളും വന്നതിന് ശേഷമേ ഗ്രന്ഥം എടുത്ത് കൊടുക്കാറുള്ളൂ. അങ്ങനെ തന്നെ പുറത്തെ പൂജയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ധ്രുവുവിന് കുറച്ച് പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ നിന്ന് കൊടുത്തു. പിന്നെ വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ടുള്ള പായസവും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗ്രന്ഥപൂജയും കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം അവർക്ക് പൂജ വെച്ച ഗ്രന്ഥ പുസ്തകങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അവർ കുറച്ചു നേരം അത് നിന്നിട്ട് അവിടെ നിന്ന് വായിക്കണം എന്നാണ് പറയാറ്. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ പായസവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവർ വീട്ടിലോട്ട് പോയിട്ടുണ്ടായി. പിന്നെ അവിടെ വന്ന കുട്ടികളിൽ ഒരാൾ ധ്രുവിനെ എടുക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നേ, പക്ഷെ ധ്രുവ് പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അച്ഛനും അമ്മമ്മയും അമ്മയൊക്കെ കൂടെ അത് ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്ക് നല്ല മഴയും പെയ്തിട്ടുണ്ടായിരുന്നേ.